പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ മലയാള നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ തുടരുകയാണ്. ആധുനിക സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ടാണ് ഫോൺ ഉപയോഗിച്ച് ക്യാമറ സ്റ്റാൻഡൊന്നുമില്ലാതെ കൈയും ഡാറ്റ മെറ്റീരിയൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാനീ സംരംഭം സാഹസികമായി സുഖമില്ലാതിരിക്കുന്ന വേളയിലും തുടരുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദണ്ഡകാരണ്യത്തിൻ്റെ എത്രയും ഉത്തരഭാഗത്ത് വില്വാദ്രി എന്നൊരു മലയുടെ താഴ്വരയിൽ ധർമ്മപുരി എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ദണ്ഡകാരണ്യത്തിൻ്റെ എത്രയും ഉത്തരഭാഗത്ത് വില്വാദ്രി എന്നൊരു മലയുടെ താഴ്വരയിൽ ധർമ്മപുരി എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. മലയാളത്തിലെ ഒരു നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഏത് നോവൽ? ഇവിടെ ക്ലാസ് റൂമിലെ പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യത്തിന് ഓപ്ഷൻ കൊടുത്തപ്പോൾ അതിന് ഒരു സുഹൃത്ത് എഴുതി വെച്ച ഉത്തരം ധർമ്മപുരാണം എന്നാണ്. പൊട്ടത്തെറ്റ്. യഥാർത്ഥ ഉത്തരം ഡിഗ്രിക്ക് അഡീഷണൽ ലാംഗ്വേജ് മലയാളം എടുത്ത് പഠിക്കുന്ന എൻ്റെ വിദ്യാർത്ഥിനിയായ പാർവതി ജീസ്. വളരെ കാലം മുമ്പ് അയാൾ കുടുംബാവസ്ഥയും ഉദ്യോഗസ്ഥയും ഒക്കെയാണെന്ന് തോന്നുന്നു. അയാൾ എഴുതി അന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കുന്തലതയുടെ കഥ ചുരുക്കി പറഞ്ഞു. ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറഞ്ഞപ്പോൾ മറ്റു പലരും പല ആധുനിക കൃതികളുടെയും ആസ്വാദനം എഴുതിയപ്പോൾ അയാൾ കുന്തലതയുടെ ആസ്വാദനം എഴുതിക്കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചപ്പോൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ചു. വ്യത്യസ്തത തോന്നി. അങ്ങനെയാണ് പഠിച്ചതെന്ന് പറഞ്ഞു. ഈ BA-യും MA-യും ഒക്കെ പാസ്സായി നെറ്റും കഴിഞ്ഞ് B.Ed-നും പോയി കഴിഞ്ഞ ശേഷം ഓൺലൈൻ കോച്ചിങ്ങിന് ചേർന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായിട്ട് എഴുതാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അയാളുടെ ഓർമ്മയിൽ ഉണ്ടായിരുന്നിരിക്കില്ല. അയാൾ വായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നീട്. മാത്രമല്ല, ദണ്ഡകാരണ്യത്തിൻ്റെ എത്രയും ഉത്തരഭാഗത്ത് വില്വാദ്രി എന്ന മലയുടെ താഴ്വരയിൽ ധർമ്മപുരി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ധർമ്മപുരി എന്ന് കേട്ടതും ധർമ്മപുരാണത്തെ ഓർമ്മ വന്നിട്ട് എഴുതിയതാവാം. അപ്പോൾ പിന്നീട് ഉത്തരം അറിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരനത് ഓർമ്മ വന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കൺക്ലൂഷൻ പാടില്ല. ഏത് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വൈ ഷുഡ് ഐ ബി ഫ്രീ? ഹൂ വാണ്ട്സ് ഫ്രീഡം? വൈ ഷുഡ് ഐ ബി ഫ്രീ? ഹൂ വാണ്ട്സ് ഫ്രീഡം? ഒരു മലയാള നോവലിലെ വരികളാണ്. ഇത് പല ഇടങ്ങളിലും ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ മതിലുകളിലെ വരികളാണ്. രാഷ്ട്രീയ നവഭാരതം എന്ന പേരിൽ അറിയപ്പെടുന്ന നോവൽ ഏതാണ്? പാറപ്പുറത്തിൻ്റെ ഹൃദയഭാനു ആണ്. ശബ്ദങ്ങൾ നീണ്ട ഒരു ചെറുകഥയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശബ്ദങ്ങൾ നമ്മുടെ മതിലുകൾ എഴുതിയ ബഷീറിൻ്റെ ശബ്ദങ്ങൾ ഒരു നീണ്ട ചെറുകഥയാണ് എന്ന് പറഞ്ഞത് കേസരിയാണ്. കേസരി ബാലകൃഷ്ണപിള്ള. ചന്തുമേനോൻ്റെ കാലത്തിന് ശേഷം മലയാളത്തിലുണ്ടായ സാമൂഹിക നോവൽ പ്രസ്ഥാനത്തിലെ മഹത്തായ സംഭവമായി N. കൃഷ്ണപിള്ള കണക്കാക്കുന്ന കൃതി ഏതാണ്? ചന്തുമേനോൻ്റെ കാലത്തിന് ശേഷം മലയാളത്തിലുണ്ടായ സാമൂഹിക നോവൽ പ്രസ്ഥാനത്തിലെ മഹത്തായ സംഭവമായി N. കൃഷ്ണപിള്ള കരുതുന്നത് മുത്തിരിങ്ങോട്ട് ഭഗവത്രാധൻ നമ്പൂതിരിപ്പാടിൻ്റെ അപ്പൻ്റെ മകൾ എന്ന കൃതിയെയാണ് N. കൃഷ്ണപിള്ള പിന്നീട് സാമൂഹിക നോവൽ പ്രസ്ഥാനത്തിലെ മഹത്തായ ഒരു സംഭവമായിട്ട് കരുതുന്നത്.
മലയാളത്തിൽ ആദ്യമായി പട്ടാള ജീവിതം കടന്നു വരുന്ന നോവൽ നിണമണിഞ്ഞ കാൽപ്പാടുകളാണ്. നിണമണിഞ്ഞ കാൽപ്പാട് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലമാക്കി ഹരിഹരൻ പരമാര എഴുതിയ ഒരു നോവലുണ്ട്. മാപ്പിള ലഹള പശ്ചാത്തലമാക്കി ഹരിഹരൻ പരമാര എഴുതിയ നോവൽ ഏതാണ്? ഖിലാഫത്ത് എന്ന നോവലാണ്. ഖിലാഫത്ത് എന്ന നോവൽ. സ്മാർത്ഥ വിചാരം പശ്ചാത്തലമായി ഉണ്ണികൃഷ്ണ പുതൂർ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. പല നോവലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വിഷയമാക്കി ആധാരമാക്കി. അപ്പോൾ സ്മാർത്ഥ വിചാരം പശ്ചാത്തലമായി ഉണ്ണികൃഷ്ണ പുതൂർ എഴുതുന്ന നോവലാണ് അമൃതമഥനം. അമൃതമഥനം എന്ന നോവൽ. നമുക്ക് ഒരു പട്ടി ആത്മകഥ പറയുന്ന രീതിയിൽ രചിച്ചിട്ടുള്ള ഒരു നോവലുണ്ട്. ഏതാണ്? പട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കുന്ന നോവലുകളും കഥകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പട്ടി ആത്മകഥ രൂപത്തിൽ, ഒരു പട്ടിയുടെ ആത്മകഥാ രൂപത്തിൽ ഇരിക്കുന്ന നോവല് സാരമേയം അല്ലേ? സാരമേയം എന്ന പേരിലൊരു നോവലുണ്ട്. മാടമ്പ് കുഞ്ഞുകുട്ടനാണ് അത് എഴുതിയിട്ടുള്ളത്. ദൈവത്തിൻ്റെ മരണം എന്ന നോവലാരാണ് എഴുതിയത്? വി ടി നന്ദകുമാറാണ് ദൈവത്തിൻ്റെ മരണം എന്ന കൃതി എഴുതിയിട്ടുള്ളത്. ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന നോവലാണ്. ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി. അത് നമ്മുടെ കോവിലിൻ്റെ തട്ടകമാണ്. അപ്പോൾ ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന നോവൽ കോവിലൻ്റെ തട്ടകം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതിയാകും. കുറച്ചുകൂടെ പറയാമല്ലേ? ഗാന്ധിയൻ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു നോവലിസ്റ്റ്, അദ്ദേഹം വളരെ പ്രശസ്തനൊന്നും ആണെന്ന് തോന്നുന്നില്ല, പുഴങ്കര ബാലനാരായണൻ ഒരു നോവൽ രചിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ ദർശനമാണ്. ഗാന്ധിയൻ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുഴങ്കര ബാലനാരായണൻ എന്ന എഴുത്തുകാരൻ രചിച്ച നോവൽ അർദ്ധനഗ്നൻ. അർദ്ധനഗ്നനായ ഫക്കീറാണല്ലോ നമ്മുടെ ഗാന്ധി. ഇനി നിങ്ങൾക്കറിയാവുന്നൊരു ചോദ്യം ചോദിക്കാം. കാലം, കൃതി എന്നീ 2 നോവലുകളായി രചിക്കപ്പെട്ടിരിക്കുന്ന ആനന്ദിൻ്റെ നോവൽ വ്യാസന വിഘ്നേശ്വരൻ ഒറ്റ കൃതിയാണ്. പക്ഷേ അതിനകത്ത് കാലം, കൃതി എന്ന 2 നോവലുകളുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ താളവും താളപ്പിഴകളും ചിത്രീകരിക്കുന്ന പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവലാണ് മരുന്ന്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവലാണ് മരുന്ന്. അതിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ താളവും താളപ്പിഴകളും ചിത്രീകരിക്കുന്നുണ്ട്. കൂമൻകാവിൽ ബസ് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. ഇത് പ്രസിദ്ധമായ നോവലിൻ്റെ തുടക്കമാണ്. നിങ്ങൾക്കറിയാം ഖസാക്കിൻ്റെ ഇതിഹാസം. അത് അറിയാമെങ്കിലും പറയാതെ പോകാൻ പറ്റില്ലല്ലോ. കുന്തൻ കഥാപാത്രമായി വരുന്ന ആനന്ദിൻ്റെ നോവൽ മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ പറയുന്നത് അടിപ്പാറത്താമിയും നല്ലവനായ ഞാനും ഒരു പ്രസിദ്ധമായ കൃതിയാണ്. അടിപ്പാറത്താമിയും നല്ലവനായ ഞാൻ എം കമറുദ്ദീൻ്റെ രചനയാണ്. എം കമറുദ്ദീൻ. ആധുനികത എന്ന ചിത്രസന്ദർഭത്തെ മുൻനിർത്തി ആധുനിക നോവലുകളെ പഠനവിധേയമാക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആധുനികത എന്ന ചിത്രസന്ദർഭത്തെ മുൻനിർത്തി ആധുനിക നോവലുകളെ പഠനവിധേയമാക്കുന്ന പഠന ഗ്രന്ഥമാണ് ആധുനികത മലയാള നോവൽ. ആധുനികത മലയാള നോവലുകൾ എന്ന കൃതി അഗസ്റ്റിൻ ജോസഫിൻ്റെയാണ്. അഗസ്റ്റിൻ ജോസഫ്. മോഷണത്തിൻ്റെ നിഗൂഢശാസ്ത്രത്തെ നിഷേധാത്മകമായ ആത്മീയതയുടെ രൂപകമായി വികസിപ്പിക്കുന്ന നോവലാണ് ചോരശാസ്ത്രം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? ചോരണമെന്ന് പറഞ്ഞാൽ തന്നെ മോഷണം എന്നാണ്. ചോർ കള്ളൻ അങ്ങനെയും ഒരു ഭാഷയിൽ അർത്ഥമുണ്ട്. ചോരശാസ്ത്രം ബ്ലഡ്, ചോര എന്നുള്ള അർത്ഥവും നമ്മുടെ ഭാഷയ്ക്ക്. പക്ഷെ ഇവിടെ ചോരശാസ്ത്രത്തിനെ ഒരാൾ നിരീക്ഷിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മോഷണത്തിൻ്റെ നിഗൂഢശാസ്ത്രത്തെ നിഷേധാത്മകമായ ആത്മീയതയുടെ രൂപകമായി വികസിപ്പിക്കുന്ന നോവലാണ് ചോരശാസ്ത്രം
എന്ന നിരീക്ഷണം അവതരിപ്പിച്ചിരിക്കുന്നത് VC ശ്രീജന. ഏതിലാണ്? മോഷണപ്രകരണം നോവൽ വായനകൾ എന്നൊക്കെ. മോഷണപ്രകരണം നോവൽ വായനകൾ എന്ന ലേഖനത്തിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാരായണൻകുട്ടി ഒരു സാക്ഷി മാത്രമായിരുന്നു. ദൃക്സാക്ഷി നാരായണൻകുട്ടി എപ്പോഴും സാക്ഷി മാത്രമായിരുന്നു. സാക്ഷി മാത്രമാണ്. ക്ലിയറായില്ലേ ഏതാ കൃതിയെന്ന്? നാരായണൻകുട്ടി ഒരു സാക്ഷി മാത്രമായിരുന്നു. ദൃക്സാക്ഷി നാരായണൻകുട്ടി എപ്പോഴും സാക്ഷി മാത്രമായിരുന്നു. സാക്ഷി മാത്രമാണ്. കാക്കനാടൻ്റെ സാക്ഷി. ഓക്കെ. ബഷീറിൻ്റെ നോവലുകളെക്കുറിച്ച് ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ എന്ന പേരിലൊരു വിമർശന ഗ്രന്ഥം എഴുതിയത് MB രഘുനാഥനാണ്. ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. നിപ്പാപ്പയ്ക്ക് ആനുണ്ടായിരുന്നു എഴുതിയ മഹാനായ, പകരം വയ്ക്കാനില്ലാത്ത ബേപ്പൂർ സുൽത്താനായ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഇതിഹാസം. അദ്ദേഹത്തിൻ്റെ നോവലുകളെക്കുറിച്ച് ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ എന്ന വിമർശന ഗ്രന്ഥം എഴുതിയത് MB രഘുനാഥനാണ്. വിമർശിക്കുന്നവർ ആർക്കും വിമർശിക്കാമല്ലോ. അതിൽ വസ്തുത ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം, അല്ലെങ്കിൽ അതിനെ ആ വഴിക്ക് വിട്ടേക്കാം. പ്രസ്ഥാന നിരൂപണം. അടുത്ത ചോദ്യം. പ്രസ്ഥാന നിരൂപണം, സൈദ്ധാന്തിക നിരൂപണം തുടങ്ങിയ നിരൂപണ പദ്ധതികളിൽ നിന്ന് വ്യതിചലിച്ച് കൃതികളെ അവയ്ക്കുള്ളിലെ വെളിച്ചങ്ങൾ കൊണ്ട് വായിക്കുന്ന VC ശ്രീജൻ്റെ ഒരു പഠന ഗ്രന്ഥമുണ്ട്. ഏതാണത്? പ്രസ്ഥാന നിരൂപണം, സൈദ്ധാന്തിക നിരൂപണം തുടങ്ങിയ നിരൂപണ പദ്ധതികളിൽ നിന്ന് വ്യതിചലിച്ച് കൃതികളെ അവയ്ക്കുള്ളിലെ വെളിച്ചങ്ങൾ കൊണ്ട് വായിക്കുന്ന VC ശ്രീജൻ്റെ പഠന ഗ്രന്ഥം നോവൽ വായനകൾ. ഇപ്പം നോവൽ വായനകൾ എന്ന പഠന ഗ്രന്ഥം VC ശ്രീജൻ്റേതാണെന്നുള്ള ഓർത്തിരിക്കുക. ചന്തുമേനോൻ്റെ കാലത്തിന് ശേഷം മലയാളത്തിലുണ്ടായ സാമൂഹിക നോവൽ പ്രസ്ഥാനത്തിലെ മഹത്തായ സംഭവമെന്ന് N. കൃഷ്ണപിള്ള വിശേഷിപ്പിക്കുന്നത് അപ്പൻ്റെ മകൾ എന്ന കൃതിയെയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. മലബാറിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും വികാസ പരിണാമങ്ങളും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന ഒരു നോവലുണ്ട്. ഏതാണ്? മലബാറിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും വികാസ പരിണാമങ്ങളും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന നോവലാണ് മുത്തശ്ശി എന്ന നോവൽ. മുത്തശ്ശി എന്ന നോവൽ ചെറുകാട് എഴുതിയതാണ്. ചെറുകാടിൻ്റെ മുത്തശ്ശി. മലബാറിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും വികാസ പരിണാമങ്ങളും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന നോവലാണ് ചെറുകാടിൻ്റെ മുത്തശ്ശി. മലയാളത്തിൽ ആധുനികാനന്തര നിരൂപണത്തിൻ്റെ ആരംഭം ദർശിക്കാവുന്ന വീണ്ടും മഞ്ഞ് എന്നൊരു ലേഖനം എഴുതിയതാരാണ്? മലയാളത്തിൽ ആധുനികാനന്തര നിരൂപണത്തിൻ്റെ ആരംഭം ദർശിക്കാവുന്ന ഒരു ലേഖനമാണ് വീണ്ടും മഞ്ഞ് എന്ന ലേഖനം. അത് എഴുതിയത് VC ശ്രീജനാണ്. ആശുപത്രിയുടെ ലോകത്ത് ചിത്രീകരിക്കുന്ന വാർഡ് നമ്പർ 7 എന്ന നോവൽ രചിച്ചത് G. വിവേകാനന്ദനാണ്. 1962 ചൈനീസ് യുദ്ധത്തിന് ശേഷം ഇന്ത്യക്കുണ്ടായ ആന്തരിക വിക്ഷോഭത്തിൻ്റെ സ്വഭാവം വിശദമാക്കുന്ന നന്ദനാരുടെ ഒരു നോവൽ. ഏതാണ്? താഴ്വരകൾ. അപ്പോൾ 1962 ചൈനീസ് യുദ്ധത്തിന് ശേഷം ഇന്ത്യക്കുണ്ടായ ആന്തരിക വിക്ഷോഭത്തിൻ്റെ സ്വഭാവം വിശദമാക്കുന്ന നന്ദനാരുടെ നോവലാണ് താഴ്വരകൾ. 1967 പ്രസിദ്ധീകരിച്ചു. മറ്റൊരു ചോദ്യത്തോടുകൂടി നമുക്ക് തൽക്കാലം നിർത്താം. മതിലുകൾ മലയാളത്തിലെ മഹത്തായ നോവലുകളിൽ ഒന്നാണ്. അതിൻ്റെ ഓരോ ശബ്ദതരംഗത്തിലും ജീവിതം തുളുമ്പി നിൽക്കുന്നു. ഇങ്ങനെ നിരീക്ഷിച്ചതാരാണ്? മതിലുകൾ മലയാളത്തിലെ മഹത്തായ നോവലുകളിൽ ഒന്നാണ്. അതിൻ്റെ ഓരോ തരംഗത്തിലും ജീവിതം തുളുമ്പി നിൽക്കുന്നു എന്ന് നിരീക്ഷിച്ചത് ഡോക്ടർ KM തരകനാണ്. ഗദ്യത്തിലെഴുതിയ സ്നേഹോപനിഷത്താണ് ചെമ്മീൻ, തകഴിയുടെ ചെമ്മീൻ എന്ന് പറഞ്ഞത് ഡോക്ടർ M. ലീലാവതിയാണ്. ഗദ്യത്തിലെഴുതിയ സ്നേഹോപനിഷത്താണ് ചെമ്മീൻ എന്ന് പറഞ്ഞത് ഡോക്ടർ M. ലീലാവതി. ശരി, അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. മറ്റ് മാതൃകാ ചോദ്യങ്ങൾ ആവർത്തിച്ച് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.